UDF പ്രവർത്തകരുടെ നടുവിലായിതാ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. വലിയ ഈ കാഴ്ച ജനാധിപത്യം നൽകുന്ന കാഴ്ച മനോഹരമായ കാഴ്ച. ഫുട്ബോൾ ഗാലറിയിലെ മെക്സിക്കൻ അലമാല എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഒരു ഭാഗത്തുനിന്ന് പ്രവർത്തകർ ആ വാഹനത്തിലേക്ക് തള്ളിക്കയറുന്നത്. ഒരു സമുദ്രത്തിന് നടുക്കങ്ങനെ നിൽക്കുകയാണ്, ഒരു മനുഷ്യ മഹാസമുദ്രത്തിന് നടുക്കങ്ങനെ നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ബാപ്പുട്ടിക എന്നാണ് നിലമ്പൂരുകാർ ആര്യാടൻ ഷൗക്കത്തിനെ വിളിക്കുക. അങ്ങനെ ആ ഇരുമ്പ് പല സൈഡിൽ നിന്നും ഒരു തുരുത്തിലേക്ക് ഇരുമ്പുന്നത് പോലെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അലയടിക്കുന്നുണ്ട്, തീരമടിക്കുന്നുണ്ട്, തിരയടിക്കുന്നുണ്ട്. ഇതൊക്കെ വോട്ടായി മാറും എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. UDYF അല്ലെങ്കിൽ UDF ഒക്കെ പോയ ദിവസങ്ങൾ നടത്തിയ പ്രചാരണത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഉറപ്പായും ഈ കൊട്ടിക്കലാശത്തിനുണ്ട്. തങ്ങൾക്ക് അവിടെ സ്റ്റേ ഉണ്ട് എന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അവകാശവാദങ്ങൾ ശരിവെക്കുന്ന ആയിരങ്ങൾ നൂറാളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇപ്പുറത്ത് മോശമൊന്നുമല്ല, LDFന്റെ മോശമൊന്നുമല്ല. നിലമ്പൂർ അങ്ങനെ അതിന്റെ ശക്തിപ്രകടനം കാണിക്കുന്നു. LDFും UDFും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു മനുഷ്യ മഹാസമുദ്രങ്ങൾ തീർക്കുന്നു. ഇടയ്ക്കൊരു മഴ ഇടയ്ക്കൊന്ന് വന്നു, മഴ പോലും പേടിച്ചു പോയി തോന്നുന്നത് കാണുമ്പോഴേക്കും. അമ്മാതിരി ജനക്കൂട്ടം നിലമ്പൂർ ഇതുവരെ കാണാത്ത രീതിയിൽ, നിലമ്പൂരിന്റെ ചരിത്രം ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ ആവേശം ഈ കൊട്ടിക്കലാശത്തിൽ പ്രകടമാണ്. ആ ആവേശം പോളിംഗ് ബൂത്തിൽ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. ആ ആവേശം പോളിംഗ് ബൂത്തിൽ എത്തിയാൽ അത് ചരിത്രമായ പോളിംഗ് ശതമാനം വർധനവിലേക്ക് എത്തും. നിലമ്പൂർ ഒന്നാകെ നിന്ന് പ്രകമ്പനം കൊള്ളുകയാണ്. അത് രാഷ്ട്രീയ ആവേശത്തിലാണ് ആ പ്രകമ്പനം കൊള്ളൽ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 44 മിനിറ്റ് മാത്രമാണ്. 44 മിനിറ്റിൽ ദ മൈറ്റി 44 മിനിറ്റാണ്. ആ 44 മിനിറ്റിൽ തങ്ങളുടെ ശക്തി പരമാവധി പ്രകടിപ്പിക്കുന്നു ഇടത് വലത് മുന്നണികൾ. BJP PVNR അപ്പോഴും ഒറ്റയ്ക്ക് ചായ കുടിച്ച് അവിടെ വളരെ കൂളായി ഓട്ടൊക്കെ ചോദിച്ച് ഒറ്റയ്ക്ക് നടക്കുന്നു. ഒന്നും ബാധിക്കാത്ത മട്ടിൽ ഒരു ഏകാന്ത പതികനെ പോലെ PVNR നടക്കുന്നു. ഇവിടെ LDF UDF ക്യാമ്പിൽ അതല്ല. LDF UDF ക്യാമ്പിൽ നടക്കുന്നത് മനുഷ്യ മഹാസമുദ്രങ്ങളുടെ മഹാസഞ്ചയങ്ങൾ കൂടുകയാണ്. അവിടെ അൻവർ അവിടെ ഇടയ്ക്ക് വന്ന് ബൈക്കുകാരോടൊക്കെ ചോദിച്ച് വളരെ സമാധാനമായി വളരെ ശാന്തമായി ഏതെങ്കിലും തരത്തിൽ ടെൻഷനൊന്നുമില്ലാതെ ഇടയ്ക്ക് ഓരോ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇടയ്ക്ക് ഓരോ പാൽച്ചായ കുടിച്ച് നെയ്യപ്പൊക്കെ തിന്ന് വളരെ കൂളായി അൻവർ നടക്കുന്നു. ഇപ്പുറത്താവട്ടെ മനുഷ്യ മഹാസമുദ്രങ്ങൾ തീർക്കുന്നു. ഇത് കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ച. ഇത് കേരളത്തിന് മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. കേരളം വിട്ടാൽ മറ്റേതെങ്കിലും സംസ്ഥാനം ഡൽഹി അടക്കം UPയും ബീഹാറും അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ പോയി റിപ്പോർട്ട് ചെയ്യുക അനുഭവത്തിൽ പറയാം. ഇത് കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ആവേശമാണ്. കേരളത്തിന് മാത്രം അവകാശപ്പെട്ട ആൾക്കൂട്ടക്കടൽ ആവേശമാണ്. ചാണ്ടിയുമ്മൻ നൃത്തം ചെയ്യുകയാണ് അവിടെ. അപ്പോൾ എല്ലാ നേതാക്കളും ഉണ്ട്. പോയ 19 ദിവസം എല്ലാ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നതുപോലെ കൊട്ടിക്കലാശ ദിവസവും എല്ലാ നേതാക്കളും അവിടെ. കാര്യം അവർക്കിനി ആ മണ്ഡലത്തിൽ തുടരാൻ കഴിയുക ഇനിയിപ്പോൾ 44 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയമാകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും ചാണ്ടിയുമ്മനും PK രാഗേഷ് അടക്കമുള്ള അപ്പുറത്തെ LDF ക്യാമ്പിലെ നേതാക്കൾക്കൊക്കെ അവിടെ വിട്ടുപോകണം. പിന്നെ അവിടുത്തുകാർക്ക് മാത്രമാണ്. പിന്നെ നിലമ്പൂരുകാർക്ക് മാത്രമാണ്. പോയ 20 ദിവസങ്ങൾ നിലമ്പൂർ കേരളത്തിൽ ഒന്നാകെയാണെങ്കിൽ ബാക്കിയുള്ള നാളെ ഒരൊറ്റ ദിവസം നിലമ്പൂരിലെ നേതാക്കൾക്കും നിലമ്പൂരിലെ പ്രവർത്തകർക്കും മാത്രം അവകാശപ്പെട്ടതാണ്. ബാക്കി എല്ലാവരും ഇന്ന് വൈകിട്ടോടെ സ്റ്റേഷൻ വിട്ടേക്കണം എന്നുള്ളതാണ് നിയമം. നാളെ നിശബ്ദ പ്രചരണം. അടിയൊഴുക്കുകൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രാക്ടിക്കലാവിനിടെയുള്ള നിലമ്പൂരിൽ അടിയൊഴുക്കുകൾ ചാലുവിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാവുന്ന ഭാരിച്ച ഉത്തരവാദിത്വം നാളെ മുന്നണികൾക്കും പ്രാദേശിക നേതാക്കൾക്കൊക്കെ ഉണ്ട്. ആവേശം അതിന്റെ പരമാവധിയിലേക്ക്, ആവേശം അതിന്റെ പരകോടിയിലേക്ക് ഉയരുന്നു. ആവേശ പെരുമഴ ഉണ്ടാകുന്നു. ഇരു ക്യാമ്പുകളിലും പരമാവധി ആളുകൾ എത്തിച്ചുകൊണ്ട് നൃത്തം അടക്കമുള്ള DJ കാണാൻ നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന് സമയത്ത് മാത്രമല്ല. സാധാരണഗതിയിൽ പാരടിപ്പാട്ടൊക്കെ ആണെങ്കിൽ ഇത് കടലമ്മ കരഞ്ഞല്ലേ പറ്റത് എന്ന വേടനൊക്കെ അവിടെ നിലമ്പൂരിന്റെ തെരുവുകളിൽ നിന്ന് DJ കൂടി പാടുന്ന, നമുക്ക് വേണം പാടുന്നതല്ല, DJ പാട്ടിട്ട് നൃത്തം ചെയ്യുന്നത് കണ്ടു. BJP മോശമാക്കുന്നില്ല. BJP അവിടെ ആരൊക്കെ നൃത്തം ചെയ്യുന്നുണ്ട്. ഷോൺ ജോർജ് നേരത്തെ നൃത്തം ചെയ്യുന്നത് കണ്ടിരുന്നു. എസ് സുരേഷ് അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട്. എസ് സുരേഷ് ഒക്കെ അവിടെ ക്യാമ്പ് പിടിച്ച് പ്രചരണം നടത്തുന്ന MD രമേശ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തെ പ്രധാനപ്പെട്ട ഒരു എസ് സുരേഷ് ആണെന്നാണ് തോന്നുന്നു. സുരേഷ് ആ വാഹനത്തിലുണ്ട്. BJP മോശമാക്കുന്നില്ല. പക്ഷേ LDF UDF നോക്കൂ, അത് സമുദ്രമാണ്.